കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു നല്ല ദിനം കൂടി കർത്താവ് ദാനം നൽകി തന്നതിനായി ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് നമ്മെ നടത്തുവാൻ യോഗ്യനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വരുന്ന ഓരോ നിമിഷങ്ങളും അനുഗ്രഹത്തിൻ്റെതും നന്മയുടേതുമാണ്. കർത്താവിങ്കിൽ ആശ്രയിക്കുവാൻ തുടങ്ങിയാൽ നിശ്ചയമായി നാം ആ സമൃദ്ധിയിലേക്ക് വരികയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. കഷ്ടതയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോഴും കൈവിടാത്ത നല്ലൊരു കർത്താവുണ്ട്, ഉപേക്ഷിക്കാത്ത നല്ലൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കർത്താവിങ്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ വരുന്ന ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ വഴികളും തുറന്ന് അവരെ ആദരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആദരവുകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചെറുതല്ല എന്ന് നാം മനസ്സിലാക്കുക. ഉന്നത നിലയിലാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ശ്രേഷ്ഠമായ പദവികൾ തന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതികളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ വഴികളും കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരികയും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം നമ്മെ നടത്തുകയും ദൈവികമായ ഉയർച്ചയിൽ നമ്മെ നിർത്തുവാൻ യേശു കർത്താവിന് പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എത്ര വിലയേറിയതാണെന്ന് നാം അറിയണം, എത്ര വിശാലമാണെന്ന് നാം അറിയണം. മനുഷ്യർ ആരും കണ്ടിട്ടില്ലാത്ത വഴികളെയാണ് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. ഇന്ന് വരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നന്മകളെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത്. ഈ തലമുറയിൽ നാം കണ്ടിട്ടില്ലാത്ത ചില ഉന്നത കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കും. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമുണ്ട്. നമുക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുന്നൊരു നല്ല കർത്താവുണ്ട്. നമ്മുടെ കഷ്ടതകളെ മറികടക്കുവാൻ കഴിയുന്ന ദൈവപ്രവൃത്തി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരും. ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ മുന്നേറുമെന്ന് വിചാരിക്കുന്ന ഘട്ടങ്ങളിൽ കർത്താവ് നമ്മെ സകല സാഹചര്യങ്ങളെയും മാറ്റി മുന്നേറുവാനുള്ള കരുത്ത് നൽകി തരും. കർത്താവിൽ ആശ്രയിക്കാൻ നാം തയ്യാറായാൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഏറ്റവും ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന സങ്കീർത്തനങ്ങൾ 27:14. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിങ്കൽ പ്രത്യാശ വയ്ക്കുവാൻ കഴിയണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അത് കർത്താവായ യഹോവയിലായിരിക്കണം ആ പ്രത്യാശ ഉളവായി വരേണ്ടത്. മാനുഷികമായ ഒന്നിലുമല്ല ആ പ്രത്യാശ വെളിപ്പെടേണ്ടത്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. മറ്റൊന്നിലും പ്രതീക്ഷകൾ വെക്കരുത്. മറ്റൊന്നിലേക്ക് നമ്മുടെ ഹൃദയം മാറരുത്. കർത്താവിങ്കിലേക്ക് നമ്മുടെ ഹൃദയം മാറേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ കരം പിടിച്ചു ഉയർത്തും. ദൈവം നടത്തും. എല്ലാ നാമത്തിനും മേലായ നാമം കൊണ്ട് ദൈവം സഹായിക്കും. ഉന്നത നിലകളിൽ ദൈവം ആദരിക്കാൻ തുടങ്ങും. കഷ്ടതയുടെ ശോധനകളെ നീക്കി വാഗ്ദത്തങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരും. നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും നമ്മെ കരം പിടിച്ചുയർത്തുന്ന കർത്താവുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൽ അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഹൃദയങ്ങൾ ബലഹീനമാകാറുണ്ട്. സാഹചര്യങ്ങൾ നമുക്കെതിരായി വരുമ്പോൾ ഹൃദയങ്ങൾ ബലഹീനമാകാറുണ്ട്. ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുമ്പോൾ ഹൃദയം ബലഹീനമാകാറുണ്ട്. സഹായിപ്പാൻ മറ്റൊരു കരവും കാണാതിരിക്കുമ്പോൾ ഹൃദയം ബലഹീനമാകാറുണ്ട്. ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിനെതിരെ വരുമ്പോൾ നമ്മുടെ ഹൃദയം ബലഹീനമാകാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയം കലങ്ങിയ നിലകളിൽ, ഭാരമേറിയ നിലകളിൽ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുക, ഹൃദയം ഒന്ന് ഉറച്ചിരിക്കട്ടെ. ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയുന്ന ദൈവകരം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയച്ചു തരും. അസഹനീയമായ നിലകളിൽ നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഏതു പ്രതികൂലത്തെയും കർത്താവ് എടുത്തു കളയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ജീവിതത്തിൻ്റെ ഏതൊക്കെ വെല്ലുവിളികളിലൂടെ താങ്കൾ കടന്നുപോയാലും അതിനെ മറികടക്കുവാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരാൻ പോകുകയാണ്. ഹൃദയം ഉറച്ചിരിക്കാൻ കർത്താവ് പറയുക, ഹൃദയം ഉറച്ചിരിക്കുക. അത് പ്രധാനമായൊരു കാര്യമാണ്. പൈശാചിക മേഖലകൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയാൻ വേണ്ടിയാണ്, ഹൃദയത്തെ വ്യസനിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെയും പ്രതീക്ഷയ്ക്ക് വകയുള്ളവരായി ദൈവസന്നിധിയിൽ ഹൃദയം ഉറപ്പോടെ നിന്നാൽ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് മനസ്സുമെടുക്കാതെ ഉറപ്പുള്ള ഹൃദയത്തോടെ മുന്നേറിയാൽ അതൊരു അനുഗ്രഹമായി മാറും. ശത്രു ഒരു ഭാഗത്ത് നമ്മുടെ ഹൃദയം തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മെ ഭാരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന അതിപ്രധാനമായൊരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദം ഇതാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു നല്ല ദൈവമാണ്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട് പറയാം, മനസ്സ് തകർന്നിരിക്കുന്നെങ്കിൽ രക്ഷിക്കാൻ കർത്താവിന് കഴിയും. ഹൃദയനുറുക്കത്തോടെ നിങ്ങൾ തുടരുന്നുവെങ്കിൽ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മെ സഹായിക്കാതിരിക്കില്ല, സംരക്ഷിക്കാതിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ കർത്താവ് കരുത്തു പകർന്നു തരും. ബലഹീനമായി പോകുന്ന നാളുകളിൽ ബലപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ക്ഷീണിതരായി തീരുന്ന അന്തരീക്ഷങ്ങളിൽ നമ്മെ ശക്തീകരിക്കുവാൻ കർത്താവിന് കഴിയും. നിശ്ചയമായി ഞാൻ പറയട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ നയിച്ചിരിക്കും. ഈ പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, നന്മയുടെ ദിവസമാണ്, ദൈവപ്രവൃത്തിയുടെ ദിവസമാണ്. കർത്താവ് നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ദിവസമാണ്. ക്ഷീണിതരാക്കി കളയുവാൻ നോക്കുന്ന വിഷയങ്ങളെ നോക്കിയിട്ട് പറ, ഞാൻ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. തളർത്തിക്കളയുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറ, ഞാൻ യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. കഷ്ടതകളുടെ കാഠിന്യങ്ങളെ നോക്കിയിട്ട് സങ്കടപ്പെട്ടിരിക്കാനല്ല, എൻ്റെ കർത്താവ് ഇതിനെ മാറ്റുകയും എന്നെ മാനിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും, ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. നന്മയുടെ വഴികൾ ദൈവം തുറക്കാൻ പോവുകയാണ്. വാഗ്ദത്ത കാലങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു സമൃദ്ധിയിലേക്ക് കർത്താവ് എത്തിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് മാനിക്കുവാൻ തുടങ്ങിയാൽ, ദൈവം ഉയർത്താൻ തുടങ്ങിയാൽ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഒരു ഉന്നത നിലയിലുള്ള ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. ശ്രേഷ്ഠകരമായ മാന്യത ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടതകളെ, നിന്ദകളെ, പ്രയാസങ്ങളെ, ജീവിതത്തിൽ വന്ന വേദനകളെ കർത്താവ് എടുത്തു കളയും. ഒരു സമൃദ്ധിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരും. അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കലങ്ങിയ ഹൃദയത്തോടെ, തകർന്നുപോയ ഹൃദയത്തോടെ ജീവിക്കാനല്ല കർത്താവ് വിളിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എന്നെ അയച്ച എൻ്റെ പിതാവിലും വിശ്വസിപ്പാൻ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഹൃദയം കലങ്ങാതെ ബലത്തിൻ്റെ വല്ലവത്വത്തോടെ, പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നേറേണ്ടതിന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പ്രിയരെ. നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല, ദൈവം നമ്മെ സഹായിക്കാതിരിക്കില്ല, നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. ഒരു ദൈവപ്രവൃത്തിയുടെ കാലം നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഹൃദയങ്ങൾ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കണമേ, പ്രതീക്ഷയുടെ വാതിൽ തുറക്കണമേ.
ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ യഹോവയെങ്കിലും പ്രത്യാശ വയ്ക്കുവാൻ, ഞങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുവാൻ, ദൈവത്തിങ്കൽ പ്രതീക്ഷയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ കർത്താവ് ഞങ്ങളെ നടത്തണേ. എല്ലാ നാമത്തിനും മേലായ നാമം കൊണ്ട് ദൈവം ഉയർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രാവിലെ 11 മണിക്ക് മുമ്പായി ദയവായി വാട്സപ്പിൽ അയച്ചു തരുവാൻ കൂടി ഓർപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും പരിപാലിക്കട്ടെ, നടത്തട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കരുതൽ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായ ഒരു നന്മ ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ആ കാര്യങ്ങൾ വിനിയോഗിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. സന്തോഷത്തോടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയച്ചു തരട്ടെ. GPay നമ്പർ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ വിനിയോഗിക്കുക. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.